നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ അമ്മയെ കാണിക്കുന്നത്? എന്താ ഈ കാണിച്ചതെന്ന്? ഇവളിനി ഈ വീട്ടിൽ വേണ്ട. ഇവളിവിടെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം മാനത്തോടു കൂടി ചാവില്ല. അമ്മ കണ്ടുപിടിച്ച പുതിയ കുറ്റം എന്താ? ഇന്നും ഇവളെ തിരക്കി ആളുകൾ വന്നിരുന്നു ഇവിടെ. ഇരുട്ടത്ത് നിൽക്കാനും സംസാരിക്കാനും ഒക്കെ. എന്തിനാ അമ്മ ഇങ്ങനെ കള്ളം പറയുന്നത്? ഇക്കാര്യം ഇതിനു മുമ്പ് അമ്മ പറഞ്ഞിട്ടില്ലേ? ഏതോ ഒരു പുരുഷന്റെ കൂടെ ഇവള് കേറി വന്നു. അന്ന് പിന്നെ എന്താ സംഭവിച്ചത്? യശോദയല്ലേ അവളെ കൂട്ടിക്കൊണ്ടുവന്ന്? സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കുന്നതുകൊണ്ട് മാത്രമാണ് അമ്മയുടെ ഈ കുഴപ്പം. ദേവാ, നീ കാര്യങ്ങൾ അറിയാതെയാ സംസാരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ നെഞ്ചിൽ കിടന്ന് നീറുന്ന കാര്യങ്ങള് നീ അറിഞ്ഞാൽ. എന്ത് കാര്യങ്ങളാ? ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാ ഈ കുടുംബത്തിലുള്ളത്? പറയൂ അമ്മ. അമ്മേ, ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം കള്ളം സത്യാവില്ല. അമ്മയ്ക്ക് എന്റെ മോളെ ഇഷ്ടമല്ല. പലതവണ പടികടത്തി വിടാൻ അമ്മ ശ്രമിക്കുകയും ചെയ്തതാണ്. പക്ഷെ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനത് അനുവദിക്കില്ല. മോളകത്ത് പോ. അകത്ത് പോകാനല്ലേ പറഞ്ഞത്? യശോദേ, ഇതിനിങ്ങനെ തുടരാൻ പറ്റില്ല. ഇനി അതിന് ഒരു മാർഗം മാത്രമേ എന്റെ മുന്നിലുള്ളൂ. എത്രയും പെട്ടെന്ന് രാധിക മോളുടെ വിവാഹം നടത്തണം. അതോടെ അവളെ കണ്ടുകൂടാന്നുള്ള അമ്മയുടെ പരാതി തീരുമല്ലോ. മതി. ഏതെങ്കിലും കണ്ണുപൊട്ടനെയോ കാലിൽ മുടന്തുള്ളവനെയോ കണ്ടുപിടിച്ച് അവളെ കെട്ടിച്ചു കൊടുക്ക്. ഇവിടുന്ന് ഇറങ്ങി പോകട്ടെ, നാശം. എന്റെ മോക്ക് യോഗ്യതയുള്ള ഒരാളെ തേടിക്കണ്ടെത്താൻ എനിക്ക് അറിയാമേ. അക്കാര്യത്തില് ദേവനാരായണൻ പരിഗണന ഒട്ടും കുറക്കില്ല. പക്ഷേ യശോദേ, എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് തന്നെയാണ് പരിഹാരം. അവളുടെ കല്യാണം നടക്കട്ടെ. കല്യാണം നടത്താൻ എന്താ വേണ്ടതെന്ന് വെച്ചാ സന്തോഷത്തോടെ ഞാൻ അതിന്റെ കൂടെ നിൽക്കും. എന്നാലും ദേവേട്ട, പെട്ടെന്ന് ഒരു കല്യാണം കഴിഞ്ഞതിന് കടങ്ങളുണ്ട്. അത് വീട്ടിൽ തീർക്കാനാവുമെന്ന് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. എനിക്ക് എന്റെ 2 മക്കളും ഒരുപോലെയാണ്. രാധികമോളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു. നല്ലൊരു ബന്ധം വന്ന എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.